നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ ബ്രെന്റ് ക്രൂഡിന്റെ 1/3 വിതരണം ചെയ്യുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണെന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോഴിതാ റഷ്യക്കെതിരായ ഉപരോധം കാരണം യൂറോപ്പ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണയെ കൂടുതൽ ആശ്രയിച്ചു വരികയായിരുന്നു. എന്നാൽ ചെങ്കടലിലെ ഹൂതി ആക്രമണം യൂറോപ്പിലെ ഇന്ധന വിതരണത്തെ ആകെ താളം തെറ്റിച്ചു എന്നതാണ് നിലവിലെ വാർത്ത. പശ്ചിമേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണം ഏതാണ്ട് പകുതിയായിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒക്ടോബറിൽ പ്രതിദിനം 10 ലക്ഷം ബാരൽ കയറ്റുമതി ചെയ്തിരുന്നത് ഇപ്പോൾ 5.7 ലക്ഷമായി. ഏതൻ ഉൾക്കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ബാബ് അലി മൻദബ് കടലിടുക്കിലാണ് ഹൂതികളുടെ ആക്രമണം നേരിടുന്നത്. ഏകദേശം 50 കപ്പലുകൾ ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. പ്രധാന ഷിപ്പിംഗ് കമ്പനികൾ ഇതുവഴിയുള്ള സഞ്ചാരം നിർത്തി. 3300 നോട്ടിക്കൽ മൈൽ അധികം സഞ്ചരിച്ച് ആഫ്രിക്ക ചുറ്റി ലക്ഷ്യസ്ഥാനത്തെത്താൻ 10 ദിവസം അധികം വേണം. ചരക്കു നീക്കത്തിനുള്ള ചെലവ് ഗണ്യമായി വർദ്ധിച്ചു. എണ്ണവിലയും വർധനവുണ്ട്. സംഘർഷ സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രീമിയം കുത്തനെ കൂട്ടി. ആഫ്രിക്കയിലെ അങ്കോള, ലിബിയ, നൈജീരിയ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും ഡിമാൻഡ് അനുസരിച്ചുള്ള ഉൽപാദനമില്ലാത്തതും ചെലവേറുന്നതും പ്രതിസന്ധിയാണ്. പ്രതിസന്ധി നീണ്ടാൽ യൂറോപ്പിലെ വ്യവസായങ്ങളെ എല്ലാം തന്നെ സാമ്പത്തികമായും ബാധിക്കുമെന്ന് തന്നെയാണ് ഉറപ്പുവരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ചെങ്കടലിൽ നിന്നും ഹൂതികൾ നിലവിൽ പിന്മാറുന്നില്ല എന്ന് തന്നെയാണ് ഉറപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികൾ പറഞ്ഞിരുന്നു ചൈനയും മറ്റ് കപ്പലുകൾക്കും ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് സുഗമമായി തന്നെ ഇതുവഴി ഈ ചെങ്കടലിലൂടെ പോകാനുള്ള യാത്ര സുഗമമാക്കുവാനും അതിനുവേണ്ടിയുള്ള സംരക്ഷണം വേണ്ടി വന്നാൽ ഒരുക്കുമെന്നും ഹൂതികൾ പറഞ്ഞിരുന്നു. ഇസ്രയേലിലേക്കോ ഇസ്രയേലിൽ നിന്നോ അമേരിക്ക തുടങ്ങിയവരുടെ ചരക്ക് കപ്പലുകൾ പൂർണ്ണമായും തടയും, വേണ്ടി വന്നാൽ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറയുന്നു. പക്ഷെ ഇതുവരെയും നമ്മളൊരു കപ്പൽ തകർക്കുകയോ പൂർണ്ണമായി നശിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്തായാലും ഹൂതികളുടെ ഇടപെടലോടുകൂടി വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളടക്കം നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഹൂതികൾക്കെതിരെ ഒരു നീക്കം നടത്താനും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പലതരത്തിലുള്ള കപ്പൽ റാഞ്ചാനുള്ള പദ്ധതികൾ ഇടുകയും എന്നാൽ അതൊക്കെ തന്നെ US തകർത്തെറിയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഹൂതികൾ ഒരടി പോലും പിന്നോട്ട് പോകാതെ വിറപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഹൂതികൾ ഇപ്പോഴും.